ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താ അവസ്ഥ? നമുക്ക് കട്ടപ്പനയ്ക്ക് പോകല്ലേ. 0 to a lakh എന്ന് പറയുന്ന നമ്മുടെ ഒരു സീരീസിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. വി ആർ ഗോണ മേക്ക് മൈ ഫസ്റ്റ് ലാക്ക് ബൈ റിവ്യൂ 500 ബിസിനസ്സസ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ കട്ടപ്പന പോവാം. വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മുടെ 1 lakh മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്മ്യൂണിറ്റീനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം കട്ടപ്പന മർച്ചൻ്റ് അസോസിയേഷനിലെ സെക്രട്ടറി അവിടുത്തെ കുറച്ച് ഓൺട്രപ്രണേഴ്സിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടി എന്ന് പറയാം, നേരെ കട്ടപ്പനയ്ക്ക് പോവാം, അത് മേടിക്കാം, തിരിച്ചു വരാം. ഞാനപ്പം സ്കൂട്ടറും കൊണ്ട് ബസ് സ്റ്റാൻഡ് വരെ പോയിട്ട് ബസ്സിന് പോയി വരാമെന്നാണ് വിചാരിക്കണേ. നമുക്കൊന്ന് ചില്ല് ചെയ്തിട്ട് പോകാമല്ലോ, അധികം എന്താ പറയുക ടയേർഡാവണ്ട, പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയേക്കാം. അങ്ങനെ 12:35 ആയപ്പോഴത്തേനും നമ്മൾ കട്ടപ്പന എത്തി. ഒരു കാര്യം ചെയ്യാം, ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് പുള്ളീനെ വിളിച്ച് പോയി മീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ നിലവിൽ കട്ടപ്പന ബസ് സ്റ്റാൻഡ് കേട്ടോ. ഈ ഒരു ബസ്സിലാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേനും ഈ മർച്ചൻ്റ് അസോസിയേഷനായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നപ്പോഴത്തേനും ഒരു പുള്ളിയുടെ റെസ്റ്റോറൻറ്റിലോട്ടേക്ക് എത്തിച്ചെന്നു. ഈ മുന്നേ കാണുന്ന അൽഫോൺസോ ഫുഡ്. അപ്പോൾ അവിടെ നിന്നപ്പോഴത്തേനും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡാണെങ്കിലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കഴിച്ച് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് ഇറക്കാം. ഇതൊക്കെ കഴിച്ച് ഒരു ശാന്തമായ ഒരു ലൊക്കേഷനിലോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് പുള്ളീനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണം. കോൺടാക്ട് ചെയ്തിട്ട് വരാവേ. നമ്മൾ ഇപ്പോൾ നിലവിൽ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളീനെ ഒരു കല്യാണ പരിപാടിക്ക് പോയേക്കാണ്. ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ വരാമെന്ന് കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂറായി. ഒരു 15 മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് പുള്ളീനെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ കാണാൻ വന്ന വ്യക്തിയെ കണ്ട് നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം എടുത്തു വെച്ചിരുന്നു. അത് ഞാൻ പുള്ളീനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഹായ് ചേട്ടാ. ഹലോ ചേട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. ഞാൻ ഒരു പൂ ചോദിച്ച് നമുക്കൊരു പൂങ്കാവനം കിട്ടിയ ഒരു അവസ്ഥയാണ് എനിക്ക്. എന്നാലും സന്തോഷം ചേട്ടാ, അടിപൊളി. എന്തായാലും താങ്ക് യു. നമുക്ക് കാണാം ഇനി. അതെ അതെ, പ്രാർത്ഥനയും ആശംസ എപ്പോഴും ഉണ്ടാവും. താങ്ക്സ് ചേട്ടാ, താങ്ക് യു. വന്ന് വിജയിച്ച് വരുമ്പോൾ ഞങ്ങളെ ഇടയ്ക്ക് വിളിക്കണം. പിന്നെ അത്രേ ഉള്ളൂ. എന്താ ആവശ്യമുണ്ടെങ്കിലും വിളിച്ചു, എല്ലാം സപ്പോർട്ട് ചെയ്യും. താങ്ക്സ് ചേട്ടാ, താങ്ക് യു. സോ ഫൈനലി ദ ഡേ ഈസ് ഓവർ. ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു. ഇറ്റ് വാസ് എ റിയലി ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ ഡേ. എന്താ പറയാം, ശരിക്കും നല്ലൊരു സ്റ്റാർട്ടാണ്. ഓൾമോസ്റ്റ് 1200+ കോണ്ടന്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 500 പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അടിപൊളിയായിരിക്കും. അതിന് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ കട്ടപ്പന മർച്ചൻ്റ് അസോസിയേഷനിലെ സെക്രട്ടറി അദ്ദേഹത്തിനോട് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. ഇതുവരെ എന്നെ കണ്ടിട്ടില്ല, ഞാൻ ആരാന്ന് അറിയാൻ പാടില്ല, ഞാൻ എന്താണെന്ന് അറിയാൻ പാടില്ല. ഒരൊറ്റ ഫോൺ കോളിലാണ് പുള്ളി ഈ ഒരു കാര്യങ്ങൾ മൊത്തം എന്താ പറയുക റെഡിയാക്കി തന്നെ. ഈ ഒരു വീഡിയോ അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട്. ഇനിയിപ്പോൾ എന്താ നെക്സ്റ്റ് പരിപാടി? അടുത്ത ദിവസം ഞാൻ ഈ കിട്ടിയ ഡാറ്റാസ് എല്ലാം ഒന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോൾഡ് കോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വേറൊരു കാര്യം ചിന്തിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ 3 വീഡിയോ പെർ ഡേ എന്നൊരു ആഗ്രഹം എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും ഈ വർക്കിലോട്ടേക്ക് കടന്ന സമയത്ത് എല്ലാം എനിക്ക് എത്രത്തോളം മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. സോ ചിലപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വന്നേക്കാം. ഞാൻ അതിലൊന്നും പറയുന്നില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്നെ 3 or 2 വീഡിയോ പെർ ഡേ ചെയ്യാം. അതെന്തായാലും റിവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. സോ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു കോൾഡ് കോൾ ഇങ്ങനെ എപ്പിസോഡായിട്ട് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ എപ്പിസോഡായിട്ട് ഓരോ കോളും ഓരോ എപ്പിസോഡ് ആക്കാന്നുള്ളത് ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ ഞാൻ മൾട്ടിപ്പിൾ കോളായിരിക്കും ഓരോ എപ്പിസോഡ് ആക്കണേ, അല്ലെങ്കിൽ അതൊക്കെ ഷോർട്സ് ആക്കിയാൽ കുറച്ചും കൂടെ ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ബൈ ഗൈസ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവസാനിക്കട്ടെ അല്ലേ?